എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ശാമിനി. ഞാൻ ചമ്പക്കുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആഗസ്റ്റ് 2024 ആഗസ്റ്റ് 25 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2018 ഈ വെള്ളപ്പൊക്ക സമയത്ത് ഞങ്ങളിവിടെ ആലപ്പുഴയിലെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഉടമ്പടി എടുത്ത് അവിടെ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമ്പോഴാണ് ഞങ്ങളിവിടെ അറിയുന്ന പള്ളിയെക്കുറിച്ച് അറിഞ്ഞിട്ട് അവൾ പറഞ്ഞു, ചേച്ചി ഞാനിവിടെ പോയി ഉടമ്പടി എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു കുമിള പോലെ വന്നിട്ട് അതിങ്ങനെ പൊട്ടി ഒലിച്ചിട്ട് അത് വീഴുന്ന സ്ഥലം ഫുൾ ഇങ്ങനെ കറുത്ത് വന്നിട്ട് വീണ്ടും അതിൽ നിന്ന് കുരു വന്ന് മുഖം ആകെപ്പാടെ വികൃതമായിട്ടിരിക്കുകയാണ്. എനിക്ക് ആൾക്കാരുടെ മുന്നിലിറങ്ങി നോക്കാൻ, ആൾക്കാരെ ഫേസ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും എന്നോട് ചോദിക്കും, ഇതെന്താ മുഖത്തിൻ്റെ ചിക്കൻ പോക്സ് വന്നതാണോ? ചിലപ്പോൾ ആൾക്കാരൊക്കെ അടുത്ത് ചെന്നിരിക്കുമ്പോഴത്തേക്കിനും അവർക്ക് ഇങ്ങനെ മാറിയിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹിന്ദുക്കളാണ്. അപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ദോഷമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൂജയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവൾ ഇങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ, ചേച്ചിക്ക് ഇതിൽ വിശ്വാസമാണോ? ഞാൻ ഈ ഉടമ്പടി തൈലം ചേച്ചിയുടെ മുഖത്ത് പുരട്ടട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞു. ആ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അവളെൻ്റെ മുഖത്തത് പുരട്ടി 2 പ്രാവശ്യം അവൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാനും വൈകുന്നേരം അവളുടെ കൂടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. 2 പ്രാവശ്യം മുഖത്ത് എനിക്ക് ആ ഉടമ്പടി തൈലം പുരട്ടിയിട്ടുള്ളൂ. എൻ്റെ മുഖത്തെ ആ പാടെല്ലാം പോയി. പിന്നെ ഞാൻ മരുന്നൊന്നും തേച്ചിട്ടില്ല. എൻ്റെ മുഖം അതെല്ലാം മാറിക്കിട്ടി. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അത് അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. അന്ന് അവൾ വന്ന് ഉടമ്പടി എടുത്താണ്. അങ്ങനെയാണ് അതെന്ന് മാറി കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾ അവളുടെ ഉടമ്പടി, അവളൊരു അഡ്മിഷൻ്റെ കാര്യത്തിനായിട്ട് പോയപ്പോൾ അവൾക്ക് പിന്നെ ആ ഉടമ്പടി അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. പിന്നെ ഞങ്ങൾ ആ ഒരു രീതിയിലേക്ക്, ഹിന്ദുസാണ്, ആ ഒരു രീതിയിലേക്ക് അങ്ങ് പോയി. പിന്നെ ഉടമ്പടി ഇവിടെ വരിക, പള്ളി വരിക, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു നല്ലൊരു കടബാധ്യതയിലായി. ഹസ്ബൻഡ് ദുബൈയിലായിരുന്നു. അവിടെ വെച്ചിട്ട് നല്ലൊരു ജോലി സംബന്ധമായിട്ട് നല്ലൊരു കടബാധ്യതയുണ്ടായി. അങ്ങനെ ജോലി നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. നല്ല രീതിയിൽ കടബാധ്യതയായിട്ടാണ് ദുബൈയിൽ പോയത്. ആൾ 3 വർഷം നാട്ടിൽ നിന്നു. ആ 3 വർഷം നാട്ടിൽ നിന്ന സമയത്ത് നല്ല രീതിയിൽ കടബാധ്യത ഉണ്ടായി. അത് എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത്, ഞങ്ങൾ 3 പെൺകുട്ടികളാണ്, അച്ഛനില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങളുടെ വീടിൻ്റെ ബാക്കി പണിയെല്ലാം പൂർത്തിയാക്കിയത്, എൻ്റെ അനിയത്തിയുടെ കല്യാണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കടബാധ്യതയിൽ പെട്ടിട്ടാണ് ആൾ ദുബൈയിലേക്ക് പോയി. 3 വർഷം നാട്ടിൽ നിന്നിട്ടുള്ളൂ. അതിന് മുമ്പ് ദുബൈയിലായിരുന്നു. ആ 3 വർഷം കൊണ്ട് ആൾക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് അവിടെ വച്ചിട്ട് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. അതിൻ്റെ ഒരു ജോലി നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നാട്ടിലേക്ക് പൈസ അടയ്ക്കാൻ പറ്റുന്നില്ല. നാട്ടിലെ കടബാധ്യത വീണ്ടും കൂടി. വീട്ടിൽ കടക്കാർ വന്നിട്ട് ബഹളം വയ്ക്കുക, ഓരോ മൈക്രോ ഫിനാൻസ്, അത് ഇത്. എനിക്കാണെങ്കിൽ ആകെപ്പാടെ എന്താ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് രാത്രിയിൽ ഉറക്കമില്ലാതെ ഞാൻ ആത്മഹത്യ ചെയ്താലും അമ്മയോട് ഞാൻ പറയും, അമ്മ ഞാൻ വിഷം വാങ്ങിച്ചിട്ട് വരാൻ പോവാം, നമുക്ക് മരിക്കാം, എൻ്റെ കുഞ്ഞിനെ ഞാൻ ആരെയാലും ഏൽപ്പിക്കാൻ പോവാം, എന്നിട്ടില്ല എനിക്ക് കുഞ്ഞിനെ കൊല്ലാൻ മനസ്സ് വരുന്നില്ല. അമ്മ നമുക്ക് 3 പേർക്ക് കൂടെ, എൻ്റെ അനിയത്തിയുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് 3 പേർക്ക് എങ്ങനെയാണെങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്യാം, അമ്മ എനിക്ക് വയ്യ, അമ്മ ഈ കടബാധ്യത. എല്ലാവരും വന്ന് ചീത്ത വിളിക്കുക, വീട്ടിൽ വന്ന് അതുപോലെ കടങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒരു അനിയത്തിയുടെ കല്യാണമായപ്പം റെസിഡൻ ദുബൈയിലായിരുന്നു. കാരണം എല്ലാ കാര്യത്തിനും ഓടി നടക്കേണ്ട കാരണം ഉണ്ടായിരുന്ന ജോലി ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് എല്ലാം ചെയ്തത്. എല്ലാ കാര്യത്തിനും ഓടി നടന്നത്. അപ്പോൾ ജോലി എനിക്കും ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഫോൺ ഓണാക്കി. ഞാൻ ഉടമ്പടി ഇവിടെ അന്ന് വന്ന് ഉടമ്പടി തൈലം തേച്ച് എനിക്ക് രോഗസൗഖ്യം കിട്ടി. അതിനുശേഷം വർഷങ്ങളോളം ഞാൻ പള്ളി വന്നിട്ടില്ല, ഞാൻ ഇതിലേക്ക് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ഉടമ്പടി സാക്ഷ്യമോ അങ്ങനെ ഒന്നും, എനിക്ക് അന്ന് ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ല. അപ്പോഴാണ് എനിക്ക് ആ ഒരു സൗഖ്യം കിട്ടിയത്. ആ ഫോണിൽ ഞാൻ നോക്കുമ്പോൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയത്. അപ്പോൾ ഒരു സാക്ഷ്യം ഞാൻ കണ്ടു. ലിസി എന്ന് പറഞ്ഞ ചേച്ചി മാവേലി എക്സ്പ്രസിൻ്റെ മുന്നിൽ, അതൊരു 58 മിനിറ്റോളം ഉണ്ടായിരുന്നു സാക്ഷ്യം. അപ്പം ഞാൻ ജസ്റ്റ് അത് പിന്നെ കാണാം. പിന്നെ ഞാനിങ്ങനെ വീണ്ടും എനിക്ക് ആ സാക്ഷ്യം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആ സാക്ഷ്യം ഓണാക്കി ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം എന്ന് വെച്ചിട്ട് ഞാനത് കേട്ടതാണ്. അത് ഞാൻ ഫുള്ളിരുന്ന് കണ്ടതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞ് എന്നെ ആരും എന്താ ചെയ്ത പോലെ ഞാനിരുന്ന് കരയുമായിരുന്നു. ഞാൻ പൊട്ടി കരയുമായിരുന്നു.
കരഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അനിയത്തി വിളിച്ചു. അവളെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്ന അവിടെ കളർകോടാണ്. ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി വാ നമുക്ക് ഒരുമിച്ച് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നാളെ ചങ്ങനാശ്ശേരിയിലാണ് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ട് അവിടെ എനിക്ക് ലൊക്കേഷൻ എനിക്ക് കറക്റ്റ് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ ആലപ്പുഴയ്ക്ക് വരാൻ വേണ്ടി ബസ്സിൽ കയറി ഇരുന്നപ്പോൾ വീണ്ടും അവരെന്നെ വിളിച്ചു, ലൊക്കേഷൻ ഇട്ട് വന്നു. എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ നിന്ന് നേരെ ഞാൻ ഇവിടെ ആലപ്പുഴയിൽ വന്നു. അവളുമായിട്ട് ഇവിടെ വന്നപ്പോൾ ടൈം പോയി, ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവിടെ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു ഞാൻ റിജക്റ്റായി, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പിന്നെ അടുത്ത ഇൻ്റർവ്യൂവിന് അവരെനിക്കിട്ട് തന്നു. അതിനെന്തിനു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നു. ഒരു മാസം കഴിഞ്ഞു തോന്നുന്നു. അവിടെ നിന്ന് ഞാൻ അതിന് ശേഷം അടുത്ത ഞായറാഴ്ച വന്നിട്ട് ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്ത് പോയി. ഒന്നര ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ റിജക്റ്റ് ആയെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തു നിന്ന് തന്നെ അവരെന്നെ വിളിച്ചു. ഞാൻ അവിടെ ജോലിക്ക് പോയി. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്യാണ്. അപ്പോൾ എനിക്കെല്ലാം വലിയ ശമ്പളം അങ്ങനെയല്ല, എന്നാലും എനിക്ക് അമ്മ മാതാവ് തന്ന ജോലി ആയതാണ്. എനിക്ക് എല്ലാ മാസവും കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഞാൻ ഒരുവിധം അമ്മയ്ക്ക് ഇവിടെ കൊടുക്കും. അതുപോലെ എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടുമ്പോൾ ആ ഇൻസെൻറ്റീവിൽ നിന്ന് ഞാൻ അമ്മയ്ക്ക് ഇവിടെ കൊണ്ട് നേരിച്ചു അതെടുത്തിട്ടേ ഞാൻ എന്താണെങ്കിലും അതും ചെയ്യാറുള്ളൂ. അങ്ങനെ ജോലി എനിക്ക് തന്ന് അനുഗ്രഹിച്ചു അമ്മ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് സത്യം പറഞ്ഞാൽ ഈ ജീവിതകാലം മുഴുവൻ കടബാധ്യതയായിട്ട് ഞങ്ങൾ നടക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. അതെങ്ങനെ മാറിക്കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ എനിക്ക് ഒരു വിശ്വാസമുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ നല്ല ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടിയൊക്കെ എടുക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഹസ്ബൻഡ് ഈ വിശ്വാസത്തിലേക്ക് വരണം എന്നുള്ളത്. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അമ്മയോട്. ഹസ്ബൻഡിനെ കൊണ്ട് ഓൺലൈൻ ഉടമ്പടി ഇപ്പോൾ എടുത്തു. ഹസ്ബൻഡിന് ഭയങ്കര വിശ്വാസമാണ്. അനിയത്തിയുടെ ഹസ്ബൻഡ് ഗുരുദേവയിലേക്ക് പോയപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ ഒരു കൊന്തയും കാശുരൂപവും കൊടുത്തു ഇട്ടിരുന്ന ആളിപ്പോൾ അത് കഴുത്തിലിട്ടുന്നുണ്ട്. ഉടമ്പടി എടുത്ത് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും. അമ്മയിൽ ഇപ്പോൾ ഭയങ്കര വിശ്വാസമാണ്. ഈ കടബാധ്യതയെല്ലാം ഇങ്ങനെ തീർന്നപ്പോൾ അത് എങ്ങനെ മാറി കിട്ടിയെന്ന് ആൾ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്. ഇത്ര പെട്ടെന്ന് ഈ കടമൊക്കെ തീർന്നത് എങ്ങനെയാണെന്ന് എന്നോട് എപ്പോഴും ചോദിക്കും. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായി